ഹലോ, ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് വക്കാര സ്വാദ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ആക്ച്വലി ഇത് ഡാബ ടൈപ്പിലൊരു റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവരൊരു ജൽജീരയുടെ ഷോർട്ട്സും തരും. അതിൻ്റെ കൂടെ തന്നെ ഒരു നമക് പര എന്ന് പറഞ്ഞൊരു നംകീൻ ഐറ്റം ഉണ്ട്, അതും തരും. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നത് മിൻറ്റ് തൈരിട്ട ചട്നിയാണ്. പിന്നെ ഇത് നല്ല ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഡാബ ഫീലൊക്കെ വരും. ആൾക്കാരൊക്കെ സിറ്റിങ്സൊക്കെ അധികം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല, ബട്ട് നല്ലതായിരുന്നു. വൈബൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആസ് യൂഷ്വൽ മെയിനായിട്ട് ഓർഡർ ചെയ്തത് നമ്മുടെ സ്ഥിരം ഓർഡർ ചെയ്യുന്ന തന്നെ ദഹി കബാബ് ആയിരുന്നു ഓർഡർ ചെയ്തത്. ബട്ട് ഈ ദഹി കബാബ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ സാധാരണ ദഹി കബാബ് കഴിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഔട്ടർ ലെയറിൽ കുറച്ച് അധികം ക്രിസ്പി ആയിരുന്നു. നമ്മൾ ഈ KFCയിലൊക്കെ ആ ക്രിസ്പി ചിക്കൻ അങ്ങനത്തെ അതൊക്കെ കേട്ടില്ല, അതുപോലത്തെ ഒരു ഔട്ടർ ലെയർ ആയിരുന്നു. ബട്ട് ഇവർ ഈ ദഹി കബാബിൻ്റെ കൂടെ മോമോയുടെ ചട്നി എന്തിനാണ് തന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം അത് ആ മിൻറ്റ് കേർഡ് ചട്നിയുടെ കൂടെയാണ് കുറച്ചുകൂടെ സൂട്ടാവുന്നത്. ഈ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സാധാരണ കഴിക്കുന്നതാണ് കുറച്ചുകൂടെ അത്ര എനിക്ക് തോന്നിയില്ല, ബട്ട് ഓവറോൾ ഓക്കെ ആയിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തിരുന്നത് നമ്മൾ പനീർ പസന്ത, അതിൻ്റെ കൂടെ നമ്മൾ ബ്രെഡ്സായിട്ട് ഓർഡർ ചെയ്തത് ലച്ച പരാട്ട, മിസ്സി റോട്ടി, പിന്നെ ഒരു ചില്ലി ഗാർലിക് നാനാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചില്ലി ഗാർലിക് നാൻ വേറെ ഒരു സ്ഥലത്ത് കഴിച്ചപ്പോൾ അപ്പോൾ തൊട്ട് എനിക്ക് അത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റൈത്തയും കൂടെ ഓർഡർ ചെയ്തിരുന്നു. സാധാരണ മിക്സ് വെജ് റൈത്ത ഓർഡർ ചെയ്തത്. ഈ ചില്ലി ഗാർലിക് നാൻ അത് നല്ല അടിപൊളിയായി. പക്ഷേ എനിക്ക് ചില്ലി കുറച്ച് കുറവായിട്ട് വന്നു. അവർ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എനിക്ക് ചില്ലി കുറച്ചുകൂടി വേണമെന്ന് പറയുന്നു. പക്ഷേ ഗാർലിക് ഉണ്ടായിരുന്നു, ചില്ലി കുറവായിരുന്നു. രണ്ടാമത്തെ ഇത് വരുമ്പോഴത്തേക്കും ചില്ലീസ് ഒട്ടുമില്ലായിരുന്നു. കറി എടുത്ത് പറയുന്നത് നല്ല റിച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. ഒട്ടും സ്പൈസി ആയിരുന്നു, നല്ല മധുരമായിരുന്നു. പനീറാണെങ്കിൽ നല്ല സോഫ്റ്റായിരുന്നു. ഈ നല്ല തിക്ക് ഗ്രേവി ആയിരുന്നു. ഞാനൊരു ചെറിയ പീസ് മുറിച്ചിട്ട് അതിൽ കുറച്ച് പനീറിൻ്റെ ഗ്രേവിയോ ഒരു പനീരും ആ ഉള്ളിയും കൂടെ വെച്ചിട്ട് കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കോമ്പിനേഷൻ ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യും. അതുകൊണ്ട് ഞാൻ മിസ്സി റോട്ടിയും കൂടി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ മിസ്സി റോട്ടി കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. പക്ഷേ അതെനിക്ക് പനീറിനോട് കോമ്പിനേഷൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ മിസ്സി റോട്ടി സാധാരണ നമ്മൾ ഈ സാഗിൻ്റെ കൂടെയൊക്കെ കഴിക്കും. നമുക്ക് തണുപ്പത്തെ ഒരു ഈ ഇലകളുടെയൊക്കെ ഒരു കറിയുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത്. പിന്നെ അവർ നമുക്ക് മൗത്ത് ഫ്രഷനായിട്ട് നമ്മൾ സോഫ് ഇങ്ങനെ ജീരകം മുട്ട അതൊക്കെ തന്നു. ഈ ഒരു വണ്ടിയാണ് ട്രക്ക് പോലത്തെ ഇതിലാണ് നമുക്ക് ബില്ലൊക്കെ കൊണ്ടുതന്നത്. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ബില്ലായത് 1200 സംതിങ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗിന്നീസ് പറഞ്ഞിട്ട് ഐസ്ക്രീം ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേരും ഒരു ചോക്ലേറ്റും ഐ തിങ്ക് പിന്നെ ഒരു ബട്ടർ സ്കോച്ച് ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ